ജോർജ് ജോസഫ്, ഇപ്പോൾ ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ 3 തവണ കോടതിയിലിരിക്കവേ തന്നെ കണ്ടു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ച കാര്യമാണ്. അത് ഹൈക്കോടതി തന്നെ നേരത്തെ എങ്ങനെ ഇത് കാണാൻ ഇടവന്നു, ആരൊക്കെയാണ് ഇതിങ്ങനെ അനധികൃതമായിട്ട് കണ്ടത് എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് വിചാരണ കോടതി ജഡ്ജിയെ ചുമതലപ്പെടുത്തിയത്. ഇപ്പോൾ അവർ അന്വേഷിച്ച് നൽകിയ റിപ്പോർട്ടിൽ ആരാണ് എന്തിനാണ് എന്നൊന്നും കണ്ടെത്തിയിട്ടില്ല. ആരാണ് പിന്നിലെന്ന് വസ്തുതകൾക്ക് നിരക്കുന്ന രീതിയിലുള്ള ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല എന്ന് അതിജീവിത പറയുമ്പോൾ നമ്മുടെ കയ്യിൽ അന്വേഷണ റിപ്പോർട്ടില്ല. ഹൈക്കോടതിക്ക് കൊടുത്തിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് നമ്മുടെ കയ്യിലില്ല. പക്ഷേ ഈ അന്വേഷണ റിപ്പോർട്ട് വായിച്ചതിന് ശേഷം അതിജീവിത തന്നെയാണല്ലോ ഒരു ഉപഹർജിയും സത്യവാങ്മൂലവും ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ളത്. അത് വായിച്ചു നോക്കുമ്പോൾ എന്തൊക്കെയാണ് വിചാരണ കോടതി ജഡ്ജിയുടെ അന്വേഷണ റിപ്പോർട്ടിലുള്ളത് എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനും പറ്റും. അപ്പോൾ ഇവിടെയും അതിജീവിതയ്ക്ക് നീതി നിഷേധിക്കുന്ന രീതിയിലുള്ള ശ്രമങ്ങളാണോ നടന്നത്? ഇങ്ങനെ അന്വേഷിച്ചാൽ പോരായിരുന്നുവെന്ന് അതിജീവിത പറയുമ്പോൾ അത് കണക്കിലെടുക്കേണ്ടി വരികയല്ലേ നമ്മൾക്കെല്ലാം? തീർച്ചയായിട്ടും നമ്മളത് കണക്കിലെടുക്കേണ്ടി വരും. കാരണം കോടതിക്ക് ഇതിനകത്ത് പക്ഷം ചേരാൻ കഴിയില്ലല്ലോ. കോടതിയിലെ ഒരു തൊണ്ടി സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തൊണ്ടി സാധനം കോടതി സുരക്ഷിതമായിട്ട് അവിടെ സൂക്ഷിക്കണം. തൊണ്ടി ക്ലാർക്കുണ്ട് അവിടെ. അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കോടതിയുടെ സുരക്ഷിതത്വ വലയത്തിലിരിക്കും. അത് കോടതിയിലെ ട്രയൽ സമയത്ത് മാത്രമേ പ്രതിഭാഗം വാദിഭാഗങ്ങൾ ആ സമയത്താണ് അത് ഓപ്പൺ ചെയ്യുന്നത്. അന്നേരമാണ് കോടതി അത് കാണുന്നത്. അതിനു മുമ്പ് കോടതി അത് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ നമുക്കിവിടെ സംഭവിച്ചത് എന്താണ്? അങ്കമാലി കോടതിയിലെ കേസിന്റെ കുറ്റച്ചാർജ് അല്ലെങ്കിൽ എഫ്ഐആർ ചെല്ലുന്ന ഉടൻ തന്നെ പൾസർ കയ്യിൽ ഇതിന്റെ ദൃശ്യം ഉണ്ടെന്നറിഞ്ഞ് ആ വക്കീലിനെ ഏൽപ്പിച്ചു, പൾസർ വക്കീലിനെ ഏൽപ്പിച്ചെന്ന് അറിഞ്ഞപ്പം തന്നെ പോലീസ് ആ തൊണ്ടി സാധനം കണ്ടെടുക്കാൻ ശ്രമിക്കാൻ തുടങ്ങിയപ്പം വക്കീല് ഓടിപ്പോയി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അങ്കമാലിയിലെ ആ ദൃശ്യം കൊടുത്തു. ആ ദൃശ്യം അങ്ങനെയാണ് പോലീസിന് കിട്ടുന്നത്. അപ്പൊ അതിന്റെ ദൃശ്യത്തിന്റെ കോപ്പി അല്ലെ പെൻഡ്രൈവിലെ മെമ്മറി കാർഡ് അവിടെ സൂക്ഷിച്ചു, കോടതി സൂക്ഷിച്ചു. പക്ഷെ നമുക്കറിയാം ഈ കേസ് അതിജീവിത പീഡിപ്പിക്കപ്പെട്ടത് 2017 ഫെബ്രുവരി 17 ഫെബ്രുവരി മാർച്ചില് അങ്കമാലി കോടതിയിലെ അതിജീവിതയുടെ ദൃശ്യം അത് ദിലീപും രണ്ട് അഡ്വക്കേറ്റും പരിശോധിക്കുകയാണ്. അപ്പൊ ആ പരിശോധന സമയത്ത് എന്തൊക്കെ അതിനകത്ത് മാറ്റം ചെയ്തു, അല്ലെങ്കിൽ എന്തൊക്കെ അതിന്റെ ഫോട്ടോ എടുത്ത് വാട്സാപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും അതിജീവിതയുടെ ആ പീഡനത്തിന്റെ ദൃശ്യം പ്രതിയും പ്രതിയുടെ 2 വക്കീലും 2017 മാർച്ചിൽ കണ്ടു എന്നുള്ള കാര്യം അതിന് തർക്കമില്ല. പക്ഷെ അതിനുശേഷം ആ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ അത് കമ്മിറ്റ് ചെയ്തപ്പം ജില്ലാ ജഡ്ജിയുടെ കോടതിയിലെ അത് വീണ്ടും പരിശോധിക്കപ്പെട്ടു. അത് അവിടുത്തെ മഹേഷ് എന്ന് പറഞ്ഞ ജില്ലാ ജഡ്ജിയുടെ PA ആണ് അത് പരിശോധിച്ചതെന്ന് മൊഴി കൊടുത്തിട്ടുണ്ട്. അത് ജഡ്ജി പറഞ്ഞിട്ടാണ്, അന്നത്തെ ജഡ്ജി ഇന്ന് ഹൈക്കോടതി ജഡ്ജിയാണ്, അദ്ദേഹം പറഞ്ഞിട്ടാണ് അത് പരിശോധിച്ചെന്ന് ഇയാൾ മൊഴി കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊക്കെ വിചാരണ കോടതിയുടെ ജഡ്ജി തന്നെയായിരുന്നുവല്ലോ ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ 3 തവണ എങ്ങനെയാണ്, ആരാണ്, ഏത് സാഹചര്യത്തിലാണ് കണ്ടത് എന്ന് പരിശോധിക്കുവാനായിട്ട് ഹൈക്കോടതി നിയോഗിച്ചത് വിചാരണ കോടതി ജഡ്ജി തന്നെയാണല്ലോ. താങ്കൾ ഈ പറഞ്ഞ ഈ രണ്ടാമത്തെ പരിശോധന, മെമ്മറി കാർഡ് രണ്ടാമത് പരിശോധിച്ച ജില്ലാ ജഡ്ജിയുടെ കൈവശം മെമ്മറി കാർഡ്, അല്ലെങ്കിൽ ജില്ലാ ജഡ്ജി ആയിരുന്നു അത് കൈകാര്യം ചെയ്യേണ്ടയാൾ, സൂക്ഷിക്കേണ്ടയാൾ. ആ സമയത്ത് ഈ മെമ്മറി കാർഡ് പരിശോധിച്ചതിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു. അത് 2018 ഡിസംബർ മാസം 13-ാം തീയതിയാണ് ഈ പരിശോധന നടന്നത്. ആ ദിവസം ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ടിൽ വളരെ നമുക്ക് തന്നെ ആർക്കും തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് നടക്കുന്നത്. വീട്ടിൽ കൊണ്ടുപോയാണ് ഈ ക്ലർക്കായ മഹേഷ് ഈ മെമ്മറി കാർഡ് പരിശോധിച്ചത് എന്നാണ്. അതിപ്പോൾ ഈ വിചാരണ കോടതി ജഡ്ജിയും അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു അനുവാദം ഒരു ജഡ്ജി ഈ ക്ലർക്കിന് നൽകുന്നത്? അതിൽ പറയുന്ന കാര്യങ്ങൾ ആ റിപ്പോർട്ട് നമുക്കില്ലെങ്കിലും ആ അതിജീവിത തന്നെ ഹൈക്കോടതി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈക്കോടതി നൽകിയിരിക്കുന്ന ഉപഹർജിയിൽ ഈ റിപ്പോർട്ടിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്നത് ഈ ജഡ്ജി ആദ്യം വീട്ടിൽ കൊണ്ടുപോയി ഇത് പരിശോധിക്കാൻ നോക്കിയതാണ്. പക്ഷെ അത് പിന്നീട് അദ്ദേഹം വേണ്ടെന്ന് വെച്ചിട്ട് ഈ ക്ലർക്കിനെ ഏൽപ്പിക്കുകയാണ്. ക്ലർക്കിനോട് അവിടെ വെച്ച് പരിശോധിക്കാൻ പറഞ്ഞപ്പോൾ
ഫോണിലിട്ട് നോക്കുവാനുള്ള അസൗകര്യം എന്തോ ഉണ്ട്, അതുകൊണ്ട് വീട്ടിൽ പോയി നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി മെമ്മറി കാർഡ് ഇട്ട് നോക്കുകയാണ്. അതൊരു മൈക്രോമാക്സ് ഫോൺ ആണെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷെ ഇതൊക്കെ എങ്ങനെ ഒരു പൊതുസമൂഹത്തെ ഏത് രീതിയിൽ ഇത് ബോധ്യപ്പെടുത്തും? ഇത്തരത്തിലുള്ള ഈ തെളിവ് മൂല്യമുള്ള വസ്തുവകകൾ എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എന്ന സാമാന്യ ബോധം പോലുമില്ല. അത് മാത്രമല്ല, ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്ന വിചാരണ കോടതി ജഡ്ജി എന്താണ് പറയുന്നത്? ഇത് ഈ ജില്ലാ ജഡ്ജി ക്ലർക്കിനോട് പറഞ്ഞ പ്രകാരമാണ് ഈ ക്ലർക്ക് ഈ മെമ്മറി കാർഡ് ഇട്ട് നോക്കിയതെങ്കിൽ അത് ലീഗലാണ്. അതല്ല, ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമല്ല ഈ ക്ലർക്ക് ഈ മെമ്മറി കാർഡ് പരിശോധിച്ചതെങ്കിൽ അത് ലീഗലല്ല. ജഡ്ജി പറഞ്ഞിട്ടാണെങ്കിൽ അത് ലീഗലാണ്, ജഡ്ജി പറഞ്ഞിട്ടില്ല എങ്കിൽ അത് ഇല്ലീഗലാണ്. എന്തൊരു കണ്ടെത്തലാണിത്? ഇല്ല, ഇത് പൊതുവെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരു ദൃശ്യം, ഇത് തൊണ്ടി മെറ്റീരിയൽ ഓബ്ജക്റ്റ് 3 കോടതിയിൽ, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് അങ്കമാലിയിലും ജില്ലാ ജഡ്ജിയിലും വിചാരണ കോടതിയിലും ഇത് പരിശോധിച്ചിരിക്കുന്നു. അത് സാക്ഷികളെ കാണിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള സന്ദർഭത്തിലല്ല, അല്ലാതെയാണ് പരിശോധിച്ചിരിക്കുന്നത്. കോടതിയിലല്ല സാർ പരിശോധിച്ചത്. ശ്രീ ജോർജ് ജോസഫ്, ഞാൻ പറഞ്ഞു കോടതിയിലല്ല പരിശോധിച്ചത്. കോടതിയിലല്ല പരിശോധിച്ചത് എന്നുള്ള മറ്റൊരു കാര്യം. കോടതിയിലാണ് പരിശോധിച്ചതെങ്കിൽ അതിന് റൈറ്റ് പ്രൊട്ടക്ടർ പോലെയുള്ള സാങ്കേതിക സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു കാര്യം അങ്ങനെ ചെയ്യുകയും ഉണ്ടല്ലോ പരിശോധന നടത്തുന്നത്. പക്ഷേ ഇത് ക്ലർക്കിന്റെ വീട്ടിൽ പോയി സ്വന്തം ഫോണിലിട്ട് പരിശോധിക്കുന്നു. അതുപോലെ തന്നെ മൂന്നാമത്തെ സംഭവം, ഈ വിചാരണ കോടതി ജഡ്ജിയുടെ പക്കൽ ഈ മെമ്മറി കാർഡ് ഉണ്ടായിരുന്ന സമയത്ത് പരിശോധിച്ചത് താജുദ്ദീൻ എന്നുള്ള ഒരു കോടതി ജീവനക്കാരനാണ്. ഇത് ഈ വിചാരണ കോടതി ജഡ്ജി തന്നെ അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്തിരിക്കുകയാണ്. ശിരസ്ദാർ, ഇത് എങ്ങനെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന കാര്യമാണ്? ഈ മൂന്ന് പരിശോധന നിയമവിരുദ്ധം തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. അതിനെ സംബന്ധിക്കുന്ന ഒരു ജില്ലാ കോടതിയിലെ ജഡ്ജ് ഒരു അന്വേഷണം നടത്തി കൊടുത്ത റിപ്പോർട്ട് ഹൈക്കോടതിയിലെ അത് അതിനകത്ത് ഉൾപ്പെട്ടവരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടായി പോയി എന്ന് അതിജീവിത പറഞ്ഞു കഴിഞ്ഞു. ആ ജസ്റ്റിസ് ഏതായാലും അതിന്റെ കോപ്പി അതിജീവിതയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. ആ മൊഴിയുടെ പകർപ്പും ആ റിപ്പോർട്ടും കോപ്പി കിട്ടിക്കഴിഞ്ഞു. അത് വെളിയിലോട്ട് വന്നിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് ജില്ലാ ജഡ്ജി ആയിരുന്ന ആ വ്യക്തി പിന്നീട് ഹൈക്കോടതി ജഡ്ജിയായി. അപ്പൊ ഇതിനകത്ത് ഒരു കോടതി ജഡ്ജി ഒരു സദുദ്ദേശത്തോടെ പരിശോധിക്കുന്ന നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ആദ്യം അങ്കമാലി കോടതി കൊടുത്ത ആ സബ് ജഡ്ജ് ഇപ്പൊ അവർ സബ് ജഡ്ജായി. അന്ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ലീന റഷീദ് പറഞ്ഞാൽ അവരുടെ പേഴ്സണൽ മൊബൈലിൽ സൂക്ഷിച്ചു തുടക്കത്തില്. അന്നൊരു സംഭവം കൂടെ ഉണ്ടായി. അന്നാണ് ദിലീപിന് 2 വക്കീലും ആ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത് പരിശോധിച്ചിരിക്കുന്നു. എത്ര കോപ്പി എടുത്തിട്ടൊന്നും നമുക്കറിയില്ല. അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ കേസിന്റെ സംഭവത്തിന്റെ ഇടയ്ക്ക് ഈ പരിശോധനയ്ക്ക് ശേഷം ദിലീപിന്റെ വീട്ടില് ഒരു ടാബിലിട്ട് ഈ ദൃശ്യങ്ങൾ ദിലീപിന്റെ അനിയനും ആലുവാക്കാരൻ ഒരാളും അത് കണ്ടു എന്ന് ബാലേന്ദ്രന്റെ ആ സംവിധായകന്റെ മൊഴിയിലുണ്ട്. അത് സത്യമാണെന്ന് പറഞ്ഞു. ആ ദൃശ്യങ്ങൾ പിന്നീട് ബോംബെ കൊണ്ടുപോയി മാറ്റി. ആ മാറ്റിയത് ഇപ്പൊ റിട്രീവ് ചെയ്തിട്ടുണ്ട്. പൊതുവെ നോക്കിക്കഴിഞ്ഞാല് അത് ഇനി ഒരു വിശദമായ അന്വേഷണം അതിനകത്ത് വേണം. അതാണ് അതിജീവിത ഇപ്പൊ ഹൈക്കോടതി പറയുന്നത്. കോടതിയിലെ ഒരു തൊണ്ടി മുതലിന് എന്തെങ്കിലും മാറ്റമോ തൊണ്ടി മുതലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ടാമ്പറിങ്ങോ ഉണ്ടായാൽ, ഇപ്പൊ നമുക്കറിയാം ആന്റണി രാജുവിന്റെ ഒരു കേസ് ഇപ്പൊ അതുപോലെ നടന്നു പോവുകയാണ്. അങ്ങനെ ഒരു ടാമ്പറിംഗ് ഉണ്ടായാല് അതിനെ സംബന്ധിച്ച് പോലീസ് ഒരു അന്വേഷണം നടത്താനേ പറ്റുള്ളൂ. കോടതിക്ക് തന്നെ അത് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയില്ല. കോടതി അങ്ങനെ പ്രാഥമികമായി ഇപ്പം അങ്ങനെ ഒരു അനധികൃതമായ പരിശോധന നടന്നു, അതിന്റെ ദൃശ്യങ്ങൾ വെളിയിൽ പോയിട്ടുണ്ട് എന്ന് ആ പ്രാഥമിക റിപ്പോർട്ടിനകത്ത് വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് അതേപ്പറ്റി തീർച്ചയായിട്ടും തൊണ്ടി മുതലിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ, അതിൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ, അത് ദൃശ്യങ്ങൾ എല്ലാവരുടെയും കയ്യിൽ പോയിട്ടുണ്ടോ, അതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്ത്